അടുത്തൊന്നും ഒരു സഭയില്ല. അപ്പൊ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവരുടെ വീട്ടിലൊരു പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പരിചയപ്പെട്ടവര് സുവിശേഷം പങ്കുവെച്ചു. അങ്ങനെ പലര് ആരാധനയ്ക്ക് വന്ന് പിൻകാലങ്ങളിൽ അതൊക്കെ വലിയ വലിയ സഭകളായിട്ട് രൂപാന്തരപ്പെട്ടു. അത് നോർത്ത് ഇന്ത്യയിലെ പലയിടങ്ങളിലും അങ്ങനെ തന്നെ. മലയാളികളായി ഇന്ന് പാസ്റ്റർമാരായിരിക്കുന്ന പലരും നോർത്ത് ഇന്ത്യയിൽ പാസ്റ്റർമാരായി പോയവരല്ല, ജോലിക്ക് വേണ്ടി പോയവരാണ്. ആരാധനയ്ക്ക് ഒരു ഇടമില്ലാഞ്ഞത് കൊണ്ട് അവര് ഒരാരാധനയ്ക്ക് തുടക്കം അങ്ങ് കുറിച്ചു. ഭാവിയിൽ അവരാരായി തീർന്നു? മുഴു പാസ്റ്റർമാരുമായി മാറി. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം അങ്ങനെയാണ് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലും എന്ത് ചെയ്ത് സഭകൾ സ്ഥാപിതമായത്. മറ്റു വിദേശ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. മലയാളി സഭകൾ ഉണ്ടായിടത്തെല്ലാം പാസ്റ്റേഴ്സ് ആയിട്ട് പോയവരല്ല പലരും വിശ്വാസികളായിട്ട് പോയി. അത് ഞാനത് പറയാൻ കാരണം, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളില് ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗ്രാമങ്ങളിൽ, ഒരുപാട് പട്ടണങ്ങളില്, ഒരുപാട് സഭകൾ എനിക്ക് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ തുടക്കം മനസ്സിലാക്കുമ്പോൾ ഇതിനൊക്കെ ആരംഭം കുറിച്ചത് പാസ്റ്റേഴ്സ് അല്ല, കേവലം ജോലിക്കായിട്ട് കടന്നു വന്ന സഹോദരന്മാരാണെന്നുള്ള ചരിത്രം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കർത്താവിന്റെ ലക്ഷ്യത്തിനകത്ത് അതാ കിടക്കുക. അപ്പം ദൈവം ഓരോരുത്തരുടെ അകത്തൊന്ന് കൊടുത്തു, ആത്മഭാരം കൊടുത്തു. കൂടാനൊരു കൂട്ടായ്മയില്ല. എന്നാൽ നമ്മുടെ വീട്ടിലൊരു കൂട്ടായ്മ ആരംഭിക്കാൻ വീടുകളിൽ അവര് പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ തുടങ്ങി. അങ്ങനെ കാലക്രമത്തിൽ അനേകർ കടന്നു വന്നപ്പോൾ അവര് തന്നെ ആരായി മാറി? ദൈവജന ശുശ്രൂഷ സഭ നടത്തി അവർ പാസ്റ്റേഴ്സ് ആയിട്ട് മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അപ്പൊ ഇതെന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ലോകം മുഴുവൻ ദൈവരാജ്യത്തിന്റെ വ്യാപനം ഉണ്ടാകണമെന്നുള്ളതാണ് കർത്താവിന്റെ പ്ലാൻ, കർത്താവിന്റെ പദ്ധതി. അത് ഈ ഉപമയ്ക്കകത്തൂടെ കർത്താവ് പറയാണ്, കടുകമണി അത് വിത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഒരു മനുഷ്യന് തന്റെ വയലിൽ എന്ത് ചെയ്തു? നട്ടു. അത് വളർന്നപ്പോൾ എന്താണ്? അത് വളരെ അസ്വാഭാവികമായ രീതിയിലാണ് അത് വളരുന്നത്. അതിന്റെ വളർച്ച, ഇത് വളർന്നൊരു വലിയ വൃക്ഷമായി തീർന്നു. മറ്റു പലർക്കും ആ വൃക്ഷം എന്തായി മാറി? ആശ്രയമായി മാറി. ആകാശത്തിലെ പറവകൾക്ക് വന്ന് കൂട് വെച്ച് പാർക്കാൻ തക്കവണ്ണം ആശ്രയമായി മാറിയത് ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയും, അല്ലെങ്കിൽ ആ കടുകുമണിയുടെ വളർച്ച എന്ന് പറയും. ഓക്കെ, ഇനി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 31:6 വാക്യം വായിച്ചാല് 31:6 ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിന്റെ ചില്ലകളിൽ ആകാശത്തിലെ പറവയൊക്കെയും കൂടുണ്ടാക്കി, അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗമൊക്കെയും പെറ്റുകിടന്നു, അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും കോട്ട് ചെയ്യാവുന്ന വാക്യങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഇതെല്ലാം എന്താണ്? വളർച്ചയാണ് എന്ത് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ രാഷ്ട്രങ്ങളെയും ഓരോ സാമ്രാജ്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കാനായിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളാണ് പലതും. ഇപ്പൊ ഒന്നും വേണ്ട, യഹൂദനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ലേ? യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നു, സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു, അവൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, അതിനെ തടമെടുത്ത് കല്ലുകളെയൊക്കെ പെറുക്കി അതിന് നിലമൊക്കെ നന്നാക്കിയിട്ട് ആ മുന്തിരി എന്ത് ചെയ്തു? നട്ടു. അതെന്ത് ചെയ്തെന്നാ പറയുന്നത്? അതങ്ങ് വളർന്ന് വലുതായി മാറി. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരി എന്ന് പറയുമെങ്കിൽ പോലും അത് വളരെയധികം എന്ത് ചെയ്തു? വളർന്ന് അതിന്റെ കൊമ്പുകൾ ഇന്നിടം തൊട്ട് ഇന്നിടം വരെ പടർന്നു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. കാരണം എന്താ? ആ ജനതയുടെ വളർച്ച, ആ രാഷ്ട്രത്തിന്റെ വളർച്ച, ദൈവത്തിന്റെ ആ ജനത്തിന്റെ വളർച്ച, അതിനകത്തൂടെയും ദൈവം വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അപ്പൊ ദൈവസഭയുടെയും ദൈവരാജ്യത്തിന്റെയും വളർച്ച കർത്താവ് കടുകിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ വളർച്ചയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി അതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ദൈവരാജ്യത്തിന്റെ വളർച്ച, ദൈവസഭയുടെ വളർച്ച അത്ഭുതകരമായ വളർച്ചയാണ്. പക്ഷെ അത് ബലൂൺ കൊടുക്കുന്നത് പോലെയല്ല, ക്രമാനുഗതമായിട്ടാണ് ഈ അത്ഭുതകരമായ വളർച്ച ദൈവസഭയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് ഓരോ ഉപമയ്ക്കകത്തൂടെയും കർത്താവ് എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കും. കാരണം നമുക്കറിയാം, കടുകുമണി നട്ടു, അത് ഒരു ദിവസം കൊണ്ട് എന്തായി മാറുന്നില്ല, വൃക്ഷമായിട്ട് മാറുന്നില്ല. 4 മീറ്റർ വരെ അത് വളരണമെങ്കിൽ എന്താണ്? അത് വളരെ ദിവസങ്ങൾ, വളരെ ആഴ്ചകൾ, വളരെ മാസങ്ങൾ വളർച്ച നിങ്ങളെ അത് 4 മീറ്റർ വരെ എന്ത് ചെയ്യത്തുള്ളൂ? ഏതൊരു സസ്യവും വളരും. ഓക്കെ, ഇനി 2, സുവിശേഷം ഒരു തണലാണെന്നും കൂടെ കർത്താവ് സൂചിപ്പിക്കും.
നമുക്കറിയാം, പറവകൾ തിരുവഴുത്തിൽ എപ്പോഴും രാഷ്ട്രങ്ങൾക്കും ജനത്തിനും ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. വായിക്കാം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാമത്തെ അധ്യായം. യെശയ്യാ 46-ന്റെ 11-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 11. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. അപ്പോൾ റാഞ്ചൽ പക്ഷി എന്ന് പറയുമ്പോൾ അത് പറവ വർഗത്തിൽപ്പെട്ട ഒന്നാണ്, പറവജാതിയിൽപ്പെട്ട റാഞ്ചൽ പക്ഷി. പക്ഷി എന്ന് പറയുമ്പോൾ പറവ വിഭാഗത്തിൽപ്പെട്ടത്. ആ വാക്യത്തിനകത്തും അതിനകത്തൂടെയും ദൈവം സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു ജനതയെ, ഒരു സമൂഹത്തെയാണ് ഇത് പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് റാഞ്ചൽ പക്ഷി, കഴുകൻ എന്നൊക്കെ ജനവിഭാഗത്തെ സൂചിപ്പിക്കാനായിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ ലോകം മുഴുവൻ വ്യാപിച്ച സുവിശേഷത്തിന്റെ ഫലമായി ശരിയായ മാനസാന്തരമില്ലാതെ തന്നെ അനേകർ ക്രിസ്ത്യാനിത്വത്തിലേക്ക് അഭയം തേടി എന്നുള്ളത് ഒരു ചരിത്രം. ഏറ്റവും വലിയ ഉദാഹരണമാണ് കുസ്തന്തിനോസിന്റെ അല്ലെങ്കിൽ ട്രാജന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന് മനപരിവർത്തനമല്ല മതപരിവർത്തനം. അദ്ദേഹത്തിന് മനസ്സ് രൂപാന്തരപ്പെട്ടിട്ട് അദ്ദേഹം ക്രിസ്ത്യാനി ആയതല്ല, മറിച്ച് അദ്ദേഹം മതപരിവർത്തനപ്പെട്ടു, അയാൾ ക്രിസ്ത്യാനിയായി മാറി. അയാള് ക്രിസ്ത്യാനി ആയപ്പോൾ താൻ സ്വീകരിച്ച ക്രിസ്തു മാർഗം തന്റെ പ്രജകളും അതിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ചെയ്ത കാര്യം ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സഭാചരിത്രം പഠിക്കുന്ന പഠിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങള് രാജ്യത്ത് പ്രഖ്യാപിച്ചു. ക്രിസ്തു മതം സ്വീകരിക്കുന്നവർക്കൊക്കെ ടാക്സ് ഇളവ്, ക്രിസ്തു മതത്തിലേക്ക് വരുന്നവർക്ക് ഗവൺമെന്റ് തലത്തിൽ പട്ടാളത്തിലൊക്കെ ജോലി, ഒത്തിരി ആനുകൂല്യങ്ങൾ അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ എന്താണ്? മറ്റിതര മതങ്ങളിൽ നിന്ന് മതപുരോഹിതന്മാരും മതവിശ്വാസികളും സുവിശേഷത്താൽ വീണ്ടും ജനനമൊന്നും ഉണ്ടാകാതെ, മാനസാന്തരം ഉണ്ടാകാതെ, രക്ഷിക്കപ്പെടാതെ രാജാവ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയും രാജാവിന്റെ മതം സ്വീകരിക്കാനായിട്ട് എല്ലാവരും നല്ലൊരു ശതമാനം ആ കാലയളവിൽ ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറി. അങ്ങനെ ആ കാലഘട്ടത്തിൽ ക്രിസ്തു മതം രാജകീയ മതമായി, രാജാവിന്റെ മതമായി മാറി. അങ്ങനെയാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ ഉണ്ടായത്. മതപരിവർത്തനമുണ്ട്, മനപരിവർത്തനമല്ല. അതുകൊണ്ട് തന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തന്റെ മതത്തിലേക്ക് വന്ന ആളുകൾ അതിൽ വീണ്ടും അവരുടെ പഴയ മതത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ബുദ്ധിപൂർവം ചെയ്തൊരു പദ്ധതിയാണ് എന്ത്? ക്രിസ്തു മാർഗത്തെ അവരവർ വിട്ടുപോകുന്ന മതത്തിൽ ഏതൊക്കെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ വേഷ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, പുരോഹിതന്മാരും അവരുടെ വസ്ത്രധാരണവും അവരുടെ ആചാര രീതികളും വിശ്വാസങ്ങളും ഒക്കെ അതേ വിശ്വാസങ്ങൾ മറ്റൊരു രൂപത്തിലേക്ക് ക്രിസ്തു മതത്തിൽ അവതരിപ്പിച്ചു. അങ്ങനെയാണ് പുരോഹിതന്മാരുണ്ടായത്, വസ്ത്രം ഉണ്ടായത് എന്ന് പറഞ്ഞാല് അതൊക്കെ ആ കാലഘട്ടത്തിലെ ജാതീയ പുരോഹിതന്മാരുടെ വസ്ത്രം തന്നെയാണ്. അതിന് മറ്റൊരു നാമകരണം കൊടുത്തു, മറ്റൊരു അർത്ഥം കൊടുത്തു, മറ്റൊരു പേര് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുമതം സ്വീകരിച്ചവരാരും എന്ത് ചെയ്യാൻ പാടില്ല, തന്റെ കാലശേഷമാണെങ്കിൽ പോലും വീണ്ടും പഴയ മതത്തിലേക്ക് മടങ്ങി പോകരുത്. അപ്പൊ പഴയ മതത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പുതിയ മാർഗത്തിലും പുതിയ രൂപത്തിലും ക്രിസ്തു മാർഗത്തിൽ ക്രിസ്തു മതത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് നാം ഇന്ന് കാണുന്ന കത്തോലിക്ക പ്രസ്ഥാനമൊക്കെ ഈ നിലവാരത്തിലേക്കും ഒക്കെ എന്ത് ചെയ്തത്? ആചാരാനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ അവർ വിധേയപ്പെട്ടു പോകാനുള്ള കാരണം രാജാവ് ചെയ്ത ബുദ്ധിപൂർവമായ ശ്രമത്തിന്റെ അനന്തരഫലമാണിതല്ല. ഒക്കെ ഞാനത് പറഞ്ഞത് ഇവിടെ കർത്താവ് പറയുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കണം നിങ്ങൾ. ഇത് അസാധാരണമായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? ആകാശത്തിലെ പറവകൾ വന്ന് ഇതിന്റെ കൊമ്പുകളിൽ എന്ത് ചെയ്തു? കൂടുണ്ട. ഞാനൊരിക്കലും ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ചിന്തകൻ അതിനെക്കുറിച്ചെന്നല്ല, വിശ്വാസിയും ലോകവും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ തലയ്ക്ക് മീതെ
പക്ഷികൾ അല്ലെങ്കിൽ കാക്ക പറക്കുന്നത് തടയാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ കാക്ക നമ്മുടെ തലയിൽ കൂട് വയ്ക്കാൻ നാം അനുവദിക്കരുത്. വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മുടെ തലയ്ക്ക് മീതെ പക്ഷികളോ കാക്കയോ ഇനി പരുന്തോ എന്തോ പറന്നു പോകുന്നതിനെ തടയാൻ നമുക്ക് റൈറ്റ് ഇല്ല. പക്ഷെ അത് എന്റെയും നിങ്ങളുടെയും തലയിൽ കൂട് വെക്കാൻ നാം എന്ത് ചെയ്യരുത്? അനുവദിക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ യെശയ്യാ 46:11 ഇരമ്യ 12:9 വായിക്കുമ്പോൾ ഈ റാഞ്ചൽ പക്ഷി എന്നും കഴുകൻ എന്നൊക്കെ പറയുന്നത് മറ്റ് ജാതീയപരമായ രാജ്യങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങൾക്കൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പൊ ദൈവസഭ വളർന്ന് വലുതായപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ കയറി കൂടണയ്ക്കത്തക്ക നിലയിലേക്ക് സഭ എന്ത് ചെയ്യുന്നു? അധപ്പതിക്കുമെന്ന കർത്താവ് സൂചിപ്പിച്ച മുന്നറിയിപ്പ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം. മത്തായി 14 അതിനവസാനത്തെ ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം അത് വൃക്ഷമായി തീർന്നു. കേട്ടോ, ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിക്കാൻ തക്കവണ്ണം. അപ്പൊ പക്ഷികൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷികളിൽ ഏറ്റവും വേദപുസ്തകത്തിൽ പ്രാവിനെ മാത്രമേ നല്ലതെന്ന് നമ്മൾ കാണുന്നുള്ളൂ, അല്ലെ? കാക്കയോ മലങ്കാക്കയോ ഒന്നും നല്ലതിന്റെ ഗണത്തിലല്ല പെടുത്തുള്ളൂ. കഴുകനെ പോലും നമ്മൾ പോസിറ്റീവായി പറയുമെങ്കിൽ പോലും കഴുകനെയും പ്രാവിന് തുല്യമാക്കി ഒരിക്കലും ഒരിടത്തും തുലനപ്പെടുത്തി പറയുന്നില്ല. ആ പക്ഷി വർഗത്തില് കാക്കയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പലയിടങ്ങളിലും, പക്ഷെ പ്രാവിനോളം തുലനപ്പെടുത്തുന്നില്ല. കാരണം പ്രാവ് നമുക്കറിയാം വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും ഒക്കെ പ്രതീകമായിട്ട് ആ ഇനങ്ങൾ അല്ലെങ്കിൽ അതിൽ ഇതിനെ മാത്രമേ വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറയാറുള്ളൂ. റാഞ്ചൽ പക്ഷി ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, അല്ലേ? അബ്രഹാമിന്റെ യാഗത്തിന്റെ പരാജയം, ആരാധനയുടെ പരാജയം റാഞ്ചൽ പക്ഷി ഇറങ്ങാൻ കാരണമായി. അതെന്താണ്? ഒരു പരാജയത്തിന്റെ ചിത്രമാണ് കാണിക്കുന്നത്. കാരണം അത് ഒരു പരാജയം അബ്രഹാമിന്റെ ആ ഗാഠനിദ്രയും അതോടൊപ്പം ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താ? നിന്റെ സന്തതി സ്വന്തമല്ലാത്ത രാജ്യത്ത്, സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കേണ്ടി വരും. കാരണം എന്താ? അബ്രഹാമിന്റെ പരാജയം, യാഗത്തിൽ വന്ന് സംഭവിച്ച തോൽവി. പക്ഷികളെ എന്ത് ചെയ്യുന്നില്ല? പിളർന്നില്ല. പിളർന്ന ആണ് പക്ഷികളെ പിളർന്നേ യാഗം കഴിക്കാൻ പാടുള്ളൂ. അതാണ് യാഗത്തിന്റെ നിയമം. അബ്രഹാമിന് അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. അബ്രഹാം അതിന് മുൻപും അങ്ങനെ യാഗം പിളർന്നു തന്നെ യാഗം നടത്തി. പക്ഷെ എന്തോ എങ്ങനെയാണെങ്കിലും ഈ യാഗത്തിൽ പിളരാതാണ് അബ്രഹാം യാഗം നടത്തിയത്. അന്നേരം നമ്മൾ വായിക്കുന്ന റാഞ്ചൽ പക്ഷി ഇറങ്ങി. അതൊരു ന്യായവിധിയുടെ ചിത്രമാണ്, തിന്മയുടെ ചിത്രമാണ്, പാപത്തിന്റെ ചിത്രമാണ്. അതുകൊണ്ടാണ് റാഞ്ചൽ പക്ഷി ഇറങ്ങിയെന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്. കഴുകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണ്? ശവമുള്ളിടത്ത് കഴുകൻ കൂടുമെന്ന് പറയുന്ന ബൈബിൾ, അല്ലെ? ശവം എന്ന് പറയുമ്പോൾ എന്താണ്? അത് അശുദ്ധിയുടെ പ്രതീകമാണ്. പുരോഹിതന്മാർക്കുള്ള പ്രമാണത്തില് മറ്റൊരാളുടെ ശവത്തെ തൊട്ട് അശുദ്ധനാകാൻ പാടില്ല. അപ്പൊ ശവം പലപ്പോഴും അശുദ്ധിയുടെ പ്രതീകമാണ്. നമ്മൾ ഈ ബോഡി ജഡമെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, അത് പാപഭംഗിലമായ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പം കഴുകനെ നാം സൂചിപ്പിക്കുന്നത് എന്താണ്? അശുദ്ധിയുടെ പ്രതീകമായിട്ടാണ്. റാഞ്ചൽ പക്ഷിയും അത് തന്നെ ന്യായവിധിയുടെയും അശുദ്ധിയുടെയും പ്രതീകമായിട്ടാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവസഭയുടെ വളർച്ച, അത് നന്നായി വളർന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ നിത്യനാശത്തിനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ നാശത്തിന് വേണ്ടി എന്ത് ചെയ്തു? പക്ഷികൾ വന്ന് കൂട് വെച്ച് കൂടണയ്ക്കാൻ തക്കവണ്ണം സഭ അനുവദിച്ചു. അത് സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അതിന് ഞാനൊരു നിങ്ങളോട് പറഞ്ഞു കാണും പല ആവർത്തി. പൗലോസും പറയുന്ന മുന്നറിയിപ്പില്ലേ? എഫെസോസിൽ നിന്ന് വിട വാങ്ങുമ്പോൾ യാത്ര പറയുമ്പോൾ ആ അവസാനത്തെ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും പൗലോസ് പറഞ്ഞു എന്താണ്? ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് തന്നെ എഴുന്നേൽക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് പൗലോസ് ദൈവാത്മാവിൽ കണ്ട കാര്യം ഭയത്തോടെ പറഞ്ഞു. അത് സംഭവിച്ചു പൗലോസ് അവിടുന്ന് പോയതിനു ശേഷം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ നമുക്കറിയാം, എഫെസോ സഭയുടെ ദൂതിനകത്ത് അത് അന്തർലീനമായി കിടപ്പുണ്ട്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ
അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്ന് പലരും എഴുന്നേറ്റിരുന്നു. അതുപോലെ തന്നെ ബിലയാമിന്റെ ഉപദേശം സ്വീകരിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പൗലോസ് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫെസസ് സഭ മലിനമാകത്തക്ക നിലയിലേക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ പ്രമാണവിരുദ്ധമായ ആളുകൾ എഴുന്നേൽക്കാൻ ഇടയായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അന്ന് ശുശ്രൂഷിച്ചവര് അതിനെതിരെ എന്ത് ചെയ്തില്ല? പ്രതിരോധിക്കേണ്ട നിലയിൽ പ്രതിരോധിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. പൗലോസ് അവിടെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, ഒരു ഉപദേശവുമായിട്ട് കയറുകയില്ല. അതുകൊണ്ടാ പറഞ്ഞു, ഞാൻ പോയ ശേഷം എന്നാ പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും നടക്കുകയില്ല. ഞാനിവിടുന്ന് പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായി. അപ്പൊ അത് മനസ്സിലാക്കിക്ക്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായി എന്ന് പറഞ്ഞ ശുശ്രൂഷകന്മാരാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ശുശ്രൂഷകനെയാണല്ലോ എപ്പോഴും ആടിന്റെ അല്ലെങ്കിൽ ചെന്നായുടെ വേഷം എന്ന് പറയുന്നത് തിരുവഴുത്തിനകത്ത്. അപ്പൊ ആട്ടിൻകൂട്ടത്തെ എന്ന് പറയുമ്പോൾ ആടെന്ന് പറയുന്നത് വിശ്വാസിയാ. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ശുശ്രൂഷകന്മാര് തന്നെ സഭയ്ക്ക് പ്രതിസന്ധിയായും പ്രതികൂലമായും ദോഷമായിട്ടും മാറും. അപ്പം എഫെസോസ് സഭയുടെ സന്ദേശത്തിനകത്ത് എന്താണ്? അപ്പോസ്തലന്മാരല്ല, പക്ഷെ അവർ അപ്പോസ്തലന്മാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും എഴുന്നേറ്റു. എന്തിനാ? സഭയെ വളർത്താനല്ല, ആ സഭയെ നശിപ്പിക്കാൻ വേണ്ടി എഴുന്നേറ്റതാ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോഴും ചേർത്ത് പഠിക്കുമ്പോഴും സഭ വളർച്ച പ്രാപിക്കുമ്പോൾ ആ വളർച്ചയെ മുരടിപ്പിക്കാനായിട്ട് ഏത് സഭയിലും പ്രശ്നം ഉണ്ടാകാറില്ലേ? ഇല്ലേ? ഏത് സഭയാ നന്നായിട്ട് വളർന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ഏതെങ്കിലും സഭയുണ്ടോ? അങ്ങനെ വളർന്നു വന്നപ്പോ പ്രശ്നം ഉണ്ടായിട്ടില്ല. ചുറ്റുപാടത്ത് 4 സഭ ആയതുപോലും. ഇത് സംഭവിക്കും. കാരണം അറിയാം, ഇതിനെതിരെ ഒരു വലിയ എതിരാളി ഉണ്ട് എപ്പോഴും പുറകില്. വളർച്ച മുരടിപ്പിക്കാനായിട്ട്, വളർച്ച ഇല്ലാതാക്കാനായിട്ട്, തകർത്ത് കളയാനായിട്ട്, വളർച്ചയെ മുരടിപ്പിച്ചിട്ട് 4 കഷണമാക്കാനായിട്ട് ഒരു വലിയ ഗൂഢശക്തി മറഞ്ഞു നിന്ന് തന്നാലാവോളം പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം കർത്താവിനും അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കടുകുമണി നിലത്തിട്ടു, അത് വളർന്നു, അത് വളർന്ന് കുറഞ്ഞത് നമ്മുടെ ചരിത്രം വെച്ച് ചിന്തിക്കുമ്പോൾ 4 മീറ്ററോളം വളരത്തക്ക നിലയിൽ അത് വൃക്ഷമായി തീർന്നു. വൃക്ഷമായി കഴിഞ്ഞപ്പോൾ എന്താണ്? ആകാശത്തിലെ പറവകൾ വന്ന് അതിന്മേൽ കൂട് വയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ കൂട് വെക്കുന്നത്? ഇതിന്റെ വളർച്ച ഇതിന് മേലോട്ട് വളരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ വളർച്ച എന്ത് ചെയ്യാനായിട്ട്? ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, മാനസാന്തരം ശരിയാവണ്ണം ഉണ്ടാകാതെ പലരും ക്രിസ്ത്യാനിത്വത്തിൽ അഭയം തേടി. ലോകപ്രകാരം തന്നെ അനേകർക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്തു? താൽക്കാലിക ആശ്വാസമായിട്ടൊക്കെ പലരും ഇതിനകത്ത് വന്ന് കയറും. നിസ്സാരം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. ഇന്നും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രോഗസൗഖ്യത്തിലൂടെ പലരും വന്നു കയറാറുണ്ട്. അവർക്ക് ശരിയായൊരു മാനസാന്തരമോ നല്ലൊരു വീണ്ടും ജനനമോ ഒന്നും ലഭിക്കാതെ ഒരു രോഗശാന്തി, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി അവർ വന്നു, രോഗസൗഖ്യം പ്രാപിച്ചു, അവര് വിശ്വാസിയായി സഭയ്ക്കകത്ത് തുടരുന്ന ആളുകൾ. സാമ്പത്തികമായി കടഭാരവും ഞെരുക്കമുള്ള ആളുകൾ പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണ്? കടം മാറണം, സാമ്പത്തികമായ ഒരു പുരോഗതി, ഒരു ഉയർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യും. എന്താ വിശ്വസിക്കുന്നത്? രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ഞങ്ങൾ കൈ ഉയർത്തി രക്ഷിക്കപ്പെടാൻ തയ്യാറാ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറയാൻ പറഞ്ഞു. അവര് പറഞ്ഞു. നമ്മൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെ എവിടെയെങ്കിലും ആറ്റിലോ തോട്ടിലോ കുളത്തിലോ അല്ലെങ്കിൽ സ്നാനത്തോട്ടിലോ സ്നാനപ്പെടുത്തി. പിറ്റേ ആഴ്ച വന്ന് ആ ഞായറാഴ്ച അവർക്ക് കർത്തൃമേശ കൊടുത്തു. സഭയുടെ രജിസ്റ്ററിലും പേരെഴുതി. പിറ്റേ ആഴ്ച തൊട്ട് അവർ വിശ്വാസികളാണ്. എല്ലാ ആഴ്ചയിലും കർത്തൃമേശയുണ്ട്, കർത്തൃമേശ അനുഷ്ഠിച്ചു പോയി. അവരുടെ സബ്ജക്ട്, അവരുടെ വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. എന്ത്? അവരുടെ പ്രശ്നം എന്ത് വേണം? പോംവഴി ഉണ്ടാകണം, വീടില്ലാത്തവന് വീടുണ്ടാകണം, കടമുള്ളവന് കടം മാറണം, രോഗമുള്ളവന് സൗഖ്യം കിട്ടണം, ആഹാരത്തിന് വകയില്ലാത്തവനാണെങ്കിൽ അവന് നന്നായി ഭക്ഷണം കഴിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു പരിസ്ഥിതിയിലൂടെ കടന്നു പോകുന്നവരോട് നമ്മൾ എന്താ പറയുന്നത്? നിങ്ങള് വിശ്വാസത്തിൽ വാ, കർത്താവ് ഈ അവസ്ഥക്കെല്ലാം മാറ്റം തരും. അവരതിനു വേണ്ടി മാത്രമാണ് വരുന്നത്.
നിത്യത എന്ന് പറയുന്ന ഒരു ഏക ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം ബന്ധക്കോസിലേക്ക് ആരിറങ്ങി തിരിച്ചിട്ടുണ്ട് അവര് മാത്രമേ നേരെ വന്നിട്ടുള്ളൂ, നിന്നിട്ടുള്ളൂ, നിത്യതയിലെത്തുള്ളൂ. ബാക്കിയൊക്കെ ഇതിനകത്ത് വന്നെന്നുള്ളതല്ലാതെ, ഇതിന്റെ വളർച്ചയ്ക്ക് ദോഷമായി നിന്നിട്ടുള്ളതല്ലാതെ, ഇതൊന്നും ഇതിന്റെ വളർച്ചയ്ക്ക് അല്ല ഉഷ്ണമാനും അല്ലാത്ത അവസ്ഥയിൽ കുറെ ആളുകൾ, പ്രാകൃതന്മാരായിട്ട് കുറെ ആളുകൾ, ജഡീകന്മാരായിട്ട് കുറെ ആളുകൾ, ആത്മീകരായിട്ട് ചുരുക്കം കുറച്ച് ആളുകൾ. അപ്പൊ നമ്മൾ ഏതൊക്കെ വിധത്തിലുള്ള ആളുകളെ ജനിപ്പിച്ചെടുക്കുന്നു നോക്കണം, സൃഷ്ടിച്ചെടുക്കുന്നു നോക്കണം. ആത്മീകരായി മാത്രം ഉള്ള ഒരു ഗണത്തെയാണ് സഭയ്ക്ക് ആവശ്യവും സഭയ്ക്ക് വേണ്ടതും. പക്ഷേ ഇതിന്റെ വളർച്ചയോടുള്ള ബന്ധം വെച്ച് പഠിക്കുമ്പോൾ പല നിലവാരത്തിലും ഇതിനകത്തേക്ക് ആളുകൾ എന്ത് ചെയ്യുക, കയറുകയാണ്. അത് കർത്താവ് മുന്നറിയിപ്പായിട്ട് തരിക. വളരുന്ന വളർച്ചയ്ക്കനുസരിച്ച് ഇതിനകത്തേക്ക് പലതും വന്ന് എന്ത് ചെയ്യും, കയറും. അത് കർത്താവ് വലയുടെ ഉപമ പറയുമ്പോഴും പറയുന്നുണ്ട്. ദൈവരാജ്യം എല്ലാ വക മീനും കയറുന്ന വലയോട് സദൃശ്യം. ഇതിനെ വലിച്ച് കരയ്ക്ക് കയറ്റും, അതുവരെ വലയ്ക്കകത്ത് കിടക്കും. പക്ഷെ കരയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ നല്ലത് മാത്രം എന്ത് ചെയ്യും, വലയ്ക്കകത്തുനിന്ന് എടുത്ത് കൊണ്ടുപോകും. ബാക്കിയെല്ലാം വലിച്ചെറിയുന്ന കർത്താവ്. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്, നല്ലതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട്, ഒരു പ്രയോജനമില്ലാത്തതും വലയ്ക്കകത്ത് പോകും. പാമ്പും അതിനകത്ത് കയറാറുണ്ട്, വിഷമുള്ളതും അതിനകത്ത് കയറാറുണ്ട്, അല്ലേ? ഇതുപോലെയാണ് ദൈവരാജ്യത്തിന്റെയും അവസ്ഥ. അതപ്പം നമുക്കിതൊക്കെ മനസ്സിലാകാനായിട്ട് കർത്താവ് ഇതെല്ലാം സഭ സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം കർത്താവ് തിരുവെഴുത്തിനകത്തൂടെ പറഞ്ഞ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ ഇതൊക്കെ എത്രത്തോളം തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സുവിശേഷം പലർക്കും എന്താണ്, ഒരു തണലാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം, ഞാൻ വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല. സുവിശേഷം പലർക്കും ഒരു തണലല്ലേ? ഇത് കാശുണ്ടാക്കാൻ ഒരു തണലല്ലേ? ശുശ്രൂഷ എന്ന് പറയുന്ന പലർക്കും ഒരു തണലല്ലേ? നമ്മൾ പറയത്തില്ല ചിലയിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കിളുത്താൻ ഒരു തണലാന്ന് പറയുന്ന പോലെ സുവിശേഷം എന്ന് പലർക്കും പലതിനും തണല, പലതിനും മറയാ. ചിലർക്ക് കോടികൾ സമ്പാദിക്കാനുള്ളൊരു തണല, ചിലർക്ക് ചിലരുടെ ജഡീകമായ താല്പര്യങ്ങള് എളുപ്പം സാധിക്കാൻ ഒരു തണലാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകളെ ശുശ്രൂഷ മുഖാന്തരമായിട്ട് അവർക്ക് ഇടപഴകാൻ കിട്ടും. ജഡികമായ പല കാര്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു പോകാനും പലർക്കും ഒരു തണലായിരുന്നു സുവിശേഷം. ലക്ഷപ്രഭുവാകാൻ എളുപ്പമുള്ളൊരു മാർഗമാണെന്ന് സുവിശേഷം. അപ്പം സുവിശേഷം എന്താണ്, അനേകർക്കൊന്നൊരു തണല. തണലെന്ന് പറയാൻ എന്താ, ഇതൊരു സത്യത്തിൽ പറയാൻ തണലെന്നല്ല പറയണ്ട, മറയെന്നാ വേണ്ടിയ പറയില്ലേ, മറയെന്ന് വേണം പറയാൻ. അപ്പം ഇത് കർത്താവ് മുന്നറിയിപ്പ് പറയാ. ഇതൊന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, പറവ ജാതികളിൽ പലതും വന്ന് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ചേക്കേറി കൂട് വെച്ചു. കൂട് വെച്ചാൽ പിന്നെ ഓർത്തോണം ഇത് ഇറങ്ങി പോവുകയില്ല. വന്ന് ഇരുന്നാലൊരു കല്ലൊക്കെ എടുത്തെറിഞ്ഞാൽ പോകും. കൂടും വെച്ച് അതിനകത്ത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പോകുമോ? നമ്മള് കാക്കയുടെ കൂടൊക്കെ കണ്ടിട്ടില്ലേ, എന്നും മാത്രം പാടൊരു കാക്കക്കൂട് കുളിച്ചു കളയണമെങ്കിൽ. കയറിയാൽ ഇറങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇറക്കി വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സഭയ്ക്കകത്തൊക്കെ യഥാർത്ഥ മാനസാന്തരം ഇല്ലാതെ നമ്മൾ വിളിച്ചു കയറ്റിയതിനെ ഒന്നും ഇന്ന് ഇറക്കി വിടാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം അതിനകത്ത് തന്നെ കൊണ്ട് ദോഷം ചെയ്തുകൊണ്ട്. അതാണ് സത്യം. അങ്ങനെയാ. അതെന്നറിയാ, ഇന്ന് ഇറക്കി വിട്ടാൽ കോടതി പോവും. കോടതി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുമല്ലോ. ആരെയും മുടക്കാൻ എന്തില്ല, ആരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നമുക്ക് മുടക്കാനോ ഹനിക്കാനോ തടയാനോ അവകാശമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ആരാധനാ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഭരണഘടന. അപ്പൊ പിന്നെ ആരെയും മുടക്കാൻ പറ്റും? ആരെയും നമുക്ക് മുടക്കാൻ പറ്റുകയില്ല, ആരെയും മാറ്റി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, അങ്ങനെയുള്ളതിനെ കേറ്റാതിരിക്കാൻ പറ്റുമായിരുന്നു. നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമായി. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് കർത്താവ് അടുത്തത് പറയുന്നത്? തിന്മയുടെ അധിനിവേശം ദൈവരാജ്യത്തിനകത്തേക്ക് കയറുന്നതിനെ കർത്താവ് സൂചിപ്പിക്കുക. തിന്മയുടെ അധിനിവേശം. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറവകൾ സാത്താന്യ ശക്തികളെ കുറിക്കുന്നതായി നാം കണ്ടു, അല്ലെ? വിതയ്ക്കകത്ത് എന്താണ്? പറവകൾ വിത്ത് കുത്തിക്കൊണ്ട് പോയെന്ന് പറയുമ്പോൾ ആ പറവ ഏതാണെന്നുള്ള കാര്യം ഞാൻ വ്യാഖ്യാനിക്കാതെ അല്ലെന്നാ ഞാൻ അത് വിശദീകരിക്കാതെ അറിയാലോ, ഞാനത് അവിടെ പറഞ്ഞതാണ്. ദൈവരാജ്യത്തിന്റെ വിത്തിനെ കൊത്തിയെടുത്തോണ്ട് പോകുന്നത് ഏതാ? അത് അന്ധകാര ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്, അന്ധകാരമാണ്, സാത്താനാണ്, അവന്റെ ആജ്ഞാവർത്തികളായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ വിതയ്ക്കുന്നവന്റെ ഉപമയിൽ
പറവകൾ സാത്താന്യ ശക്തികളെ കുറിക്കുന്നതായിട്ട് നാം കണ്ടു. അതേ ധ്വനിയിൽ ഈ ഉപമയിൽ മറ്റൊരു പാഠവും യേശു വ്യക്തമാക്കുന്നു. മർക്കോസ് പറഞ്ഞിരിക്കുന്നത് വലുതായ കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ വസിച്ചു എന്നാണ്. അതിന്റെ കൊമ്പുകൾ ഉടമയുടെ നിലത്ത് ഒതുങ്ങി നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ വലുതായ കൊമ്പുകളെ പുറത്തേക്ക് നീട്ടിയതിനാൽ അരുതാത്തതും ആകാത്തതുമായതെല്ലാം അതിൽ കയറി എന്ത് ചെയ്തു? വാസം ഉറപ്പിച്ചു. ഏതാ ഇതങ്ങ് വളർന്ന് പന്തലിച്ചേ, ഇതങ്ങ് ഒരു വടവൃക്ഷം പോലെ വളർന്നപ്പോൾ ആർക്കും എന്തിനും ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേക്കേറാനായിട്ടും പ്രവേശിക്കാനായിട്ടും സ്വാതന്ത്ര്യമായി. നമ്മളൊന്ന് എന്ത് ചോദിക്കേ, നമ്മൾ ഇന്ന് പറയുന്ന ബന്ധക്കോസ് എന്ന് പറയുന്നതിനകത്ത് ആർക്കും കയറാം, ആർക്കും വരാം, ആർക്കും എങ്ങനെയും ശുശ്രൂഷിക്കാം, ഇല്ലേ? ഏറ്റവും കൂടുതൽ ദുരുപദേശം പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ബന്ധക്കോസ് അല്ലാതെ വേറെ എവിടെയും. മർത്തോമ പള്ളിക്കകത്ത് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് മർത്തോമ ഉപദേശത്തിന് വിരുദ്ധമായിട്ടൊരു വാക്ക് പറയാൻ ആരെ അനുവദിക്കുമോ? ഒരു കത്തോലിക്ക സഭയ്ക്കകത്ത് കത്തോലിക്ക വിശ്വാസത്തിനെതിരായിട്ട് നിന്നുകൊണ്ട് പറയാൻ പറ്റുമോ? ബന്ധക്കോസിനകത്ത് യഥാർത്ഥ ബന്ധക്കോസ് വിശ്വാസത്തിന് വിഘലമായി നിന്നുകൊണ്ട് പറയാം. കൈയടിക്കാൻ ആളുണ്ട്, കൊണ്ടു നടക്കാൻ ആളുണ്ട്, ആരാധിക്കാൻ ആളുണ്ട്, ഉണർവ് ഉണ്ടാക്കാനും ആളുണ്ട്. ഇതാ അതാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിനകത്തേക്ക് എന്താണ് അന്യായമായത് പലതും കയറാനുള്ള വാതിൽ നമ്മൾ തുറന്നിട്ടിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ഇതിനെ വളർത്തിക്കുന്നത്. അപ്പൊ തിന്മയുടെ അധിനിവേശം ഇതിന്റെ വളർച്ചയ്ക്ക് അതീതമായിട്ടുണ്ടാകുകയാണ്. അത് ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞ് നിർത്താം. കർത്താവ് പറഞ്ഞില്ല, ഞാൻ എന്റെ സഭയെ പണിയും. അടുത്ത പ്രയോഗം പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കലെന്ന് പറയുമ്പോൾ ജയിക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ജയിക്കാനായിട്ട് എന്ത് ചെയ്യും? പരിശ്രമിക്കും. എന്താ? പാതാള ഗോപുരങ്ങൾ, പാതാള ശക്തികൾ. അപ്പം സഭയുടെ വളർച്ചയ്ക്കനുസരിച്ച് ആ വളർച്ച ഇല്ലാതാക്കാനായിട്ട് തിന്മയുടെ അധിനിവേശം സഭയ്ക്കെതിരെ, ദൈവരാജ്യത്തിനെതിരെ ഉയരുമെന്നുള്ളത്, ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. സത്യം ഉണ്ടെങ്കിൽ അസത്യവും അതിന്റെ കൂടെ ഉണ്ടാകും. നീതി ഉണ്ടെങ്കിൽ അനീതിയും അതിന്റെ കൂടെ ഉണ്ടാകും. ആത്മീകത എവിടെ ഉണ്ടോ ആ കൂട്ടത്തിൽ അതിനോട് ചേർന്ന് എന്തുണ്ടായിരിക്കും? അനാത്മികത ഉണ്ടായിരിക്കും. വിശുദ്ധി എവിടെയുണ്ടോ അതിനോട് ചേർന്ന് അശുദ്ധി ഉണ്ടാകും. ഒരുപാട് ദൂരത്തിലൊന്നുമല്ല, ഇതിനോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് വളർച്ച ഉണ്ടെങ്കിൽ വളർച്ച ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ വളർച്ച വളരെ വളരെ അതിന്റെ വിത്തിനനുസരിച്ചല്ല ഇതിന്റെ വളർച്ച എന്ന് പറയും. പലരെയും ക്രിസ്ത്യാനിത്വത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ? പാലസ്തീനിൽ ജനിച്ച് പ്രവർത്തിച്ച ഒരു മനുഷ്യന് ലോകത്തിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ലേ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ്. ലോക ജനതയ്ക്കിടയിൽ, ലോക രാജ്യങ്ങൾക്കിടയിൽ, ലോക മനുഷ്യന്റെ ഇടയിൽ ഇത്രത്തോളം ഒരു മനുഷ്യന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ സഭയുടെ അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ വ്യാപനം എന്ന് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ്. ഓർക്കണം, അതിനെ തകർക്കാനായിട്ട്, അതിനെ ഇല്ലാതാക്കാനായിട്ട് എന്തെല്ലാം ശക്തികളാണ് അതിനെതിരെ വാളെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആരംഭം മുതൽ തന്നെ സഭചരിത്രം പഠിക്കുമ്പോൾ സഭ സ്ഥാപിതമായപ്പോൾ തന്നെ കൾട്ടുകൾ ഉണ്ടായി അതിനെ പൊളിക്കാനായി. എന്തെല്ലാം ദുരുപദേശങ്ങൾ. വ്യഭിചാരം പാപമല്ലെന്ന് പോലും പഠിപ്പിച്ചു ഒരു കാലത്ത് സഭ. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നടന്ന സംഭവം ഞാൻ ഈ പറയുന്നത്. എല്ലാം സഭയുടെ പ്രാരംഭ കാലങ്ങളിൽ പോലും വ്യഭിചാരം പാപമല്ല എന്ന പഠിപ്പിക്കൽ സഭയ്ക്കകത്തുണ്ടായി. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സഭ വെറുക്കുന്ന തെറ്റേതായിരുന്നു? വ്യഭിചാരമായിരുന്നു. അതെന്താ ഞാനാ പറഞ്ഞ, വിശുദ്ധി ഉണ്ടെങ്കിൽ അശുദ്ധിയും അതിനോട് ചേർന്ന് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കായിനോട് അതാ യഹോവയാ ദൈവം പറഞ്ഞത്, പാപം നിന്റെ വാതുക്കലുണ്ട്,
നീ ഒരു കാലെടുത്ത് വെച്ചാൽ പാപത്തിന്റെ പുറത്താണ്, അല്ലെ? വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയേ നീ ആ വാതിൽ ഇങ്ങോട്ട് കടക്കുന്നത് ചവിട്ടാൻ കണക്കാക്കി എന്തുണ്ട്? പാപം വാതിൽക്ക തന്നെ ഉണ്ട്. നീ 4 കിലോമീറ്റർ നടന്നു പോയിട്ടൊന്നും വേണ്ട പാപം ചെയ്യാനായിട്ട്, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മതി. ആണോ? അതാണ് വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഈ മരണവും ജീവനും തമ്മിലുള്ള അകലത്തെ കുറിച്ചും പറയുന്നത് ഒരു ഒരു ചാണെന്നല്ലേ പറയുന്നത്. ആയുസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ, ഒരു നിഴല് പോലെ. ഒന്നും ഇല്ലേ? ഹൃദയത്തിനകത്ത് ഒരു ചിന്ത മതിയല്ലോ വിശുദ്ധി അശുദ്ധിയായി മാറാനായിട്ട്. ഒരു നോട്ടം മതിയല്ലോ വിശുദ്ധി അശുദ്ധിയായി മാറാനായിട്ട്. വേറൊന്നും വേണ്ടല്ലോ. മണിക്കൂറുകൾ ആലോചിച്ചാൽ മാത്രമേ അശുദ്ധി വരത്തുള്ളൂന്നല്ല. ഒറ്റ ചിന്ത മതി, ഒരു നോട്ടം മതി, ഒരു വാക്കുപോലെ. സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ആ സഭാരാധനയൊക്കെ ഒറ്റ വാക്കിനകത്ത് അടിച്ച് കലങ്ങി പിരിഞ്ഞിട്ടില്ലേ? ഒരു പദം, ഒരു വാക്ക്. അതുകൊണ്ടാണ് ഈ പഴയ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഒരു പദമില്ലേ, തൈലക്കാരന്റെ തൈലം ഒരു ഈച്ച മതി അതിനെ മുഴുവൻ എന്താക്കാനായിട്ട്, അശുദ്ധമാക്കും. ഒരുപാട് 1000 ഈച്ച വന്ന് വീഴണമെന്നുണ്ടോ? ഇല്ല, ഒറ്റ ഈച്ച മതി. എത്ര മധുരമുള്ള വസ്തുവിന് അല്ലെങ്കിൽ ഒരു ലായനിയെയും ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ മതി, ഒരു തുള്ളി പെട്രോൾ വീണാൽ, ഒരു തുള്ളി വീണാൽ മതി, അതെന്താ അതിന്റെ ഗുണനിലവാരവും അതിന്റെ ടേസ്റ്റും അതിന്റെ എല്ലാം നഷ്ടപ്പെടുത്താൻ ഒരു തുള്ളി മതി എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വലിയ വളർച്ചയാണ്. പക്ഷെ ആ വളർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിന്മയുടെ അധിനിവേശവും അതോടൊപ്പം ഇതിന്റെ നാശത്തിന് വേണ്ടി ഇതിനെ തകർക്കാനായിട്ടുണ്ടാകുമെന്നുള്ളത് കർത്താവ് ഈ ഉപമയ്ക്കകത്തോട് നമ്മെ ബോധവാന്മാരാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ലോകമയത്വത്തിന്റെ കടന്നുകയറ്റം സുവിശേഷത്തിന്റെ നിർമ്മലതയെ എപ്പോഴും നഷ്ടപ്പെടുത്താനായിട്ടുള്ളൂ. ലോകമയത്വത്തിന്റെ കടന്നുകയറ്റം സുവിശേഷത്തിന്റെ നിർമ്മലതയെ ഇല്ലാതാക്കും. ഇതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ലോകം ഇതിനകത്തേക്ക് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോഴും ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാണ്, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ലോകം, ജഡം, പിശാച് ഇത് മൂന്നിനെയും ജയിക്കണം എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകളും ആഹ്വാനങ്ങളും ഒക്കെ അപ്പോസ്തലന്മാര് അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിനകത്തും ഒക്കെ തരുന്നത് എന്താ? ഇതൊക്കെ നമ്മെ എന്താക്കി മാറ്റും? ലോകമയത്വം നൽകാൻ ഉതകുന്നത് എല്ലാം നമ്മളിൽ തന്നെ, നമ്മളോട് കൂടെ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്, നമ്മുടെ സൃഷ്ടിയിൽ തന്നെ ഉണ്ട്, ജഡത്തിൽ തന്നെ. ഇതിനെല്ലാം നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് ഭയങ്കര ശ്രമകരമാണ്, ഭയങ്കര വെല്ലുവിളിയാണ്. അപ്പം ഞാൻ വാക്ക് പറഞ്ഞിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചിന്ത നമുക്ക് അടുത്ത വാക്യത്തിൽ അടുത്ത ക്ലാസ് ചിന്തിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് അതിന്റെ ദൈവരാജ്യത്തിന്റെ വളർച്ച അത്ഭുതകരമാണ്. 2, സുവിശേഷം ഒരു തണലാണ് തിന്മയ്ക്ക് കടന്നു വന്ന് പ്രവേശിക്കാനായിട്ട്. 3, തിന്മയുടെ അധിനിവേശവും വളർച്ചയ്ക്കനുസരിച്ച് വലുതാണ്. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ഇന്നും നമുക്കത് കാണാൻ കഴിയും. സുവിശേഷത്തിന് ആരംഭം കുറിക്കപ്പെട്ട നാള് മുതലേ അതുണ്ട്. സുവിശേഷം എന്ന് വരെ ഈ ലോകത്തിലുണ്ട്. അല്ലെങ്കിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം എത്ര, സഭ എന്ന് വരെ ഭൂമിയിലുണ്ടോ അന്ന് വരെയും അതിന്റെ വളർച്ച നമുക്കറിയാമല്ലോ. ഇതിനെ എത്രത്തോളം തളർത്താൻ ശ്രമിക്കും അത്രത്തോളം ഇത് വളരുകയുള്ളൂ. അത് വേറെ സത്യം. പക്ഷെ വളരുന്നതിനനുസരിച്ച് എന്താണ്, ഇതിനെ തളർത്താനായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എതിരാളിയും ആരല്ല, പിന്മാറുന്നവനല്ല, എതിരാളിയും മോശക്കാരനല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒക്കെ കർത്താവ് നമ്മെ ഇന്ന് രാത്രി ഈ വചനങ്ങളാല് അനുഗ്രഹിക്കട്ടെ. അതിന്റെ ബാക്കി ചൊല്ലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് കടുകുമണിയുടെ വളർച്ചയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നല്ലോ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് ഇന്ന് രാത്രി കർത്താവ് നൽകി തന്നു. കടുകുമണിയുടെ വളർച്ച അത്ഭുതകരമായ വളർച്ചയാണ്. ആ വളർച്ച ഇല്ലാതാക്കുന്ന ശത്രുവിന്റെ പദ്ധതികളൊക്കെ ഈ വയലിൽ ഉണ്ടാകും. എന്നാൽ അതിനെയൊക്കെ ജയിച്ച് അതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന എല്ലാ അന്ധകാര ശക്തിയിൽ നിന്നൊക്കെ ജയം പ്രാപിക്കുവാനായിട്ട് കർത്താവ്
നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സുവിശേഷത്തിന്റെ വളർച്ചയെ കുറിച്ച് നമുക്ക് കേൾക്കാനുള്ള ഇടയായി തീർന്നു. കടുകുമണിമാത്രം പലസ്തീന്റെ മണ്ണിൽ വിതയ്ക്കപ്പെട്ട ആ വചനമാകുന്ന വിത്ത് ലോകത്തിന്റെ 5 രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ 5 വൻകരകളിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് വളർന്ന് പന്തലിച്ചു. എന്നാൽ അതിനെതിരെ ലക്ഷ്യം വെക്കുന്ന, ആ വളർച്ചയെ മുരടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിന്റെ ദുരുപദേശ ശക്തികളുണ്ട്. അമേൻ. അങ്ങനെയുള്ളതിനൊക്കെ ജയിച്ച് അമേൻ സ്തോത്രം വളരുവാനായിട്ട് സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഒരു ക്ലാസ് രാത്രിയിൽ പ്രിയ സാറിലൂടെ കേൾക്കാനായിട്ട് കഴിയുന്നു. ചെറിയ ഒരു ചെറിയൊരു വളർച്ചയിൽ നിന്നിട്ട് വളരുന്നു. അതേക്കുറിച്ച് ഒക്കെ കേൾക്കാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ നിന്ന് ഒത്തിരി ചിന്തകൾ രാത്രി നമുക്ക് ലഭിക്കുവാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മിലൂടെ വലിയ ചെയ്യുവാനായിട്ട് ഈ ലോകം, ഈ വയലിൽ നമ്മിലൂടെ നാം ഓരോരുത്തരിലൂടെ വലിയ ചെയ്യുവാനായിട്ട് സഹായിക്കട്ടെ. പ്രിയ സാറിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ അട്ടപ്പാടി സെന്ററിലെ സുവിശേഷകനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് പി രാജൻ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ സംബന്ധിച്ചു. പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിലും നമ്മുടെ ഗ്രൂപ്പിൽ കഴിയുന്നത്രയും സജീവമായിട്ട് പ്രിയ ദേവദാസൻ ഉണ്ടാവും, നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് പ്രിയ ദേവദാസനെ കർത്താവ് ബലപ്പെടുത്തി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് പി രാജൻ അവർ പ്രാർത്ഥിക്കുകയും രാജൻ പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുന്ന